നമ്മളപ്പോൾ ഇത്ര നേരം പറഞ്ഞത് വിജയുടെ നഷ്ടങ്ങൾ, അതായത് വിജയ്ക്ക് ചെയ്യാൻ പറ്റാതെ പോയ സിനിമകളും കഥാപാത്രങ്ങളെയും കുറിച്ചാണ്. ഇനി ഇതുപോലെ വേറെ പല നടന്മാരെയും മനസ്സിൽ കരുതി സംവിധായകർ ഒരുക്കിയ ചില സിനിമകൾ അവർക്ക് ചെയ്യാൻ പറ്റാതെ വന്ന് അത് വിജയിലേക്ക് എത്തി വിജയുടെ കരിയറിൽ വളരെയധികം ഗുണം ചെയ്ത കുറച്ച് സിനിമകളുണ്ട്. നമുക്ക് ആ സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 97 പൊങ്കലിന് റിലീസ് ചെയ്തൊരു സിനിമയാണ് കാലമെല്ലാം കാത്തിരിപ്പേൻ. ആ സിനിമ ശരിക്ക് അന്നത്തെ ഒരു സ്റ്റാറായിരുന്ന മുരളി, അദ്ദേഹം മരിച്ചുപോയി. നമുക്കറിയാം ഇപ്പോൾ യുവതലമുറയ്ക്ക് അദ്ദേഹത്തെ പരിചയം അഥർവ മുരളിയുടെ അച്ഛനായിട്ടാണ്. മുരളിയെ മനസ്സിൽ കരുതി സംവിധായകൻ പ്ലാൻ ചെയ്ത സിനിമയായിരുന്നു. പക്ഷെ അന്ന് മുരളിയുടെ ഡേറ്റ് കിട്ടിയില്ല. അങ്ങനെ അത് വിജയിലേക്ക് എത്തി. ആ സിനിമ അന്ന് അതിനോടൊപ്പം, അതായത് അന്ന് ആ തിയേറ്ററിൽ ഉണ്ടായിരുന്നത് ഇരുവറും മിൻസാരകനുമൊക്കെയാണ്. ആ രണ്ട് സിനിമകളുടെയും ഒപ്പം ഇറങ്ങി ഈ സിനിമ ഹിറ്റായി. വിജയുടെ കരിയറിൽ ഒരു ഹിറ്റ് കിട്ടി. ഇതേപോലെ തന്നെ ഒരു സിനിമയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ലവ് ടുഡേ. അതിലെ സോങ്സ് ഒക്കെ ഭയങ്കര ഹിറ്റാണ്. ലവ് ടുഡേ ആദ്യം അജിത്തിനെ വെച്ച് പ്ലാൻ ചെയ്ത സിനിമയായിരുന്നു. പക്ഷേ അജിത്തിന് ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ ആ റോള് വിജയ്ക്കിലെത്തി. അങ്ങനെ വിജയ്ക്കൊരു ഹിറ്റ് കിട്ടി. പിന്നെ വിജയുടെ കരിയറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമയാണ് ഫാസിൽ സംവിധാനം ചെയ്ത അനീതി പ്രവൻ്റെ റീമേക്കായ കാതലിക്ക് മര്യാദ. ആ ഒരു സിനിമയിലൂടെയാണ് ശരിക്കും വിജയ് നായകൻ എന്ന രീതിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയതും കോടികൾ റെമ്യൂണറേഷൻ വാങ്ങാൻ ആ ഒരു പൊസിഷനിലേക്കൊക്കെ എത്തിയത്. ശരിക്കും ഈ സിനിമ ആദ്യം വിജയ് അല്ലായിരുന്നു. അതായത് അനീതിപ്രാവ് ഇവിടെ സൂപ്പർ ഹിറ്റായ ശേഷം ഫാസിൽ തമിഴിൽ പോയിട്ട് ആദ്യം അപ്രോച്ച് ചെയ്തത് അന്നത്തെ അപ്കമിങ് സ്റ്റാറായ അബ്ബാസ് ആണ്. അബ്ബാസ് അന്ന് കാതൽ ദേശമൊക്കെ ഇറങ്ങി ഒരു റൊമാൻറ്റിക് ഹീറോ ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അബ്ബാസിനെയാണ് അപ്രോച്ച് ചെയ്തത്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് അന്ന് അബ്ബാസിന് അത് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ വിജയിലേക്ക് എത്തി. ആ സിനിമ വിജയ്ക്ക് ആദ്യമായിട്ട് മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് വരെ കിട്ടി. കേരളത്തിൽ വിജയ്ക്ക് ഏറ്റവും കൂടുതൽ ഫാൻ ഫോളോയിങ് ഉണ്ടാക്കിയെടുത്ത സിനിമയായിരുന്നു തുള്ളാതെ മനവും തുള്ളും. അതിവിടെ 150 ദിവസമൊക്കെ കേരളത്തിൽ തന്നെ ഓടിയിട്ടുള്ള സിനിമയാണ്. ഈ തുള്ളാതെ മനവും തുള്ളും സിനിമയുടെ ആദ്യത്തെ കാസ്റ്റ് നിങ്ങൾക്ക് കേട്ടാൽ ചിലപ്പോൾ ചിരി വരും. ശരിക്കും അത് വടിവേലുവിനെയായിരുന്നു പ്ലാൻ ചെയ്തത്. ഈ സംവിധായകൻ്റെ മനസ്സിൽ ഇന്ന് നമ്മൾ കാണുന്ന തുള്ളാതെ മനവും തുള്ളും അല്ല, അതൊരു വടിവേലുവിനെ വെച്ചിട്ടുള്ള വേറൊരു ജോണറിലുള്ളൊരു സിനിമയായിരുന്നു. പക്ഷേ അത് എഴുതിയൊക്കെ വന്ന് കുറച്ചൊരു പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ തീരുമാനമായി വന്നു കഴിഞ്ഞപ്പോൾ അത് അങ്ങനെ ഒരു ചെയ്യേണ്ട ഒരു സിനിമയല്ല. ഒരു വടിവേലു ചെയ്യണം. വടിവേലു അന്ന് പക്ക തിരക്കേറിയ കൊമേഡിയനാണ്. പക്ഷേ വടിവേലു ചെയ്യേണ്ട ഒരു സിനിമയല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ എന്നാൽ അതൊരു നായക നിരയിലുള്ള ഒരാളെ തന്നെ അപ്രോച്ച് ചെയ്യാന്ന് പറഞ്ഞ് അന്ന് മുരളീനെയും ആലോചിച്ചിരുന്നു. പക്ഷെ പിന്നെ അത് കറങ്ങിത്തെറിഞ്ഞാണ് വിജയിലേക്ക് എത്തിയത്. അത് വിജയുടെ കരിയറിലെ ഈ പറഞ്ഞ പോലെ കരിയറിൽ ഒരു വലിയൊരു ബ്രേക്ക് തന്നെയായി തുള്ളാതെ മനവും തുള്ളു. അതേപോലെ വിജയുടെ ഹിറ്റ് 2 സിനിമകളാണ് ഷാജഹാനും പിന്നെ ഗില്ലി. നമുക്കറിയാം ഷാജഹാൻ ഒരു റൊമാൻറ്റിക് ഹീറോ ആയിട്ട് വിജയിനെ അവിടെ അംഗീകരിച്ചൊരു സിനിമയാണ്. ശരിക്കും ഷാജഹാൻ ആ സ്ക്രിപ്റ്റ് ആദ്യം പ്ലാൻ ചെയ്യുമ്പോൾ വിക്രമായിരുന്നു സംവിധായകൻ്റെ മനസ്സിൽ. അതിൻ്റെ ഒരു എഴുത്തൊക്കെ നടക്കുമ്പോൾ പിന്നെ എഴുതി വന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അത് വിജയിലേക്ക് എത്തി. എനിക്കൊന്ന് വിക്രമിൻ്റെ തിരക്ക് കാരണമാണോ അതോ എന്താണെന്നറിയില്ല. എന്തായാലും വിക്രം അത് ചെയ്തില്ല. പകരം ചെയ്തത് വിജയാണ്. ഷാജഹാൻ സൂപ്പർ ഹിറ്റായി. ഇതേപോലെ തന്നെ വിക്രമിൻ്റെ തിരക്ക് കാരണം വിക്രമിന് ചെയ്യാൻ പറ്റാത്തൊരു സിനിമയുണ്ട്. അതായത് ഇത് ധൂളൊക്കെ കഴിഞ്ഞ് അതേ ഒരു കോംബോ ഡയറക്ടർ പ്ലാൻ ചെയ്തതാണ്. അതായത് വിക്രം, ജ്യോതിക, ഇവർ രണ്ടുപേരും വെച്ച് പ്ലാൻ ചെയ്തൊരു സിനിമയായിരുന്നു. പക്ഷേ ജ്യോതികയുടെ ഡേറ്റ് കിട്ടിയില്ല, വിക്രമിൻ്റെ ഡേറ്റ് കിട്ടിയില്ല. വിക്രം എന്ന് എനിക്ക് തോന്നുന്നു അന്യൻ്റെ ഒക്കെ തിരക്കാണെന്ന് തോന്നുന്നു. ആ സമയത്ത് വിക്രമിന് ചെയ്യാൻ പറ്റില്ല, വിജയിലേക്ക് എത്തി. ആ സിനിമയായിരുന്നു വിജയുടെ അതുവരെയുള്ള കരിയറിലെ ഏറ്റവും വലിയ സിനിമ. അതാണ് ഗില്ലി. ഇപ്പോൾ വിജയുടെ റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയ സിനിമ ഗോട്ട്. അതാണ് ഇപ്പോൾ അവസാനം തിയേറ്ററിൽ റിലീസായ സിനിമ. ഈ ഗോട്ട് വെങ്കടപ്രഭു വിജയ് ആദ്യമായിട്ട് ഒന്നിച്ച സിനിമയാണ്. ശരിക്കും ആ സിനിമ നമുക്കറിയാം വിജയ് അച്ഛനും മകനെയും ഡബിൾ റോളാണ് ചെയ്തത്. ശരിക്കും അതൊരു ഏകദേശം ഒരു 10-12 വർഷം മുമ്പ് വെങ്കടപ്രഭുവിൻ്റെ മനസ്സിൽ അന്ന് വെങ്കടപ്രഭു പ്ലാൻ ചെയ്തത് രജനീകാന്തിനെയും ധനുഷിനെയും വെച്ച് ചെയ്യാനായിരുന്നു. അതായത് അച്ഛൻ മകൻ എന്ന രീതിയിൽ രജനീകാന്ത്, ധനുഷ്. അന്ന് വെങ്കടപ്രഭു അതിന് വേണ്ടി കുറേ ശ്രമങ്ങളൊക്കെ നടത്തി. പക്ഷേ രണ്ടുപേരുടെയും ഡേറ്റും കാര്യങ്ങളൊക്കെ ഒത്തുവരാനുള്ള ബുദ്ധിമുട്ടായിരിക്കാം. അങ്ങനെ സിനിമ സംഭവിച്ചില്ല. പിന്നെ വർഷങ്ങൾ വെങ്കടപ്രഭു വേറെ സിനിമകളൊക്കെ ചെയ്തു. വർഷങ്ങൾ കഴിഞ്ഞു. അങ്ങനെ വീണ്ടും വിജയായിട്ട് ഒരു സിനിമ ചെയ്യാമെന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഈ സബ്ജക്റ്റ് പറഞ്ഞു. വിജയ് ഓക്കെ പറഞ്ഞു. അങ്ങനെ വിജയുടെ കരിയറിൽ വേറൊരു ഹിറ്റ്, അങ്ങനെ ഗോട്ട് സംഭവിച്ചു. അപ്പോൾ വിജയുടെ സിനിമകളെക്കുറിച്ച് എനിക്ക് അറിയാവുന്ന കുറച്ച് ഇൻഫർമേഷൻ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണം തോന്നി. അപ്പോൾ എന്തായാലും വിജയുടെ പിറന്നാൾ പ്രമാണിച്ച് അവിടെ ആഘോഷങ്ങളാണ്. തമിഴ്നാട്ടിൽ ഫാൻസും അല്ലാത്ത ആളുകളൊക്കെ. ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ വിജയ് ഫാൻ അല്ല എന്ന് പറയുന്ന ആളുകൾ, അതായത് മറ്റ് താരങ്ങളുടെ ആരാധകരെന്ന് പറയുന്നവർ പോലും വിജയുടെ സിനിമകൾ കാണുന്നുണ്ട്, വിജയനെ അംഗീകരിക്കുന്നുണ്ട്. കുറച്ചൊക്കെ വിജയനെ കുറ്റം പറഞ്ഞാൽ പോലും വിജയുടെ സിനിമകൾ ആളുകൾ കാണുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ. അതിപ്പോൾ നെഗറ്റീവ് ഒപ്പീനിയൻ വന്നാൽ പോലും ഇപ്പോൾ തമാശ രൂപേണ അവിടുത്തെ ചില തിയേറ്റർ
ഒരു അസോസിയേഷനിലൊക്കെ ചില ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വിജയുടെ സിനിമ പോസിറ്റീവ് റിപ്പോർട്ട് വന്നാൽ അതൊരു ഇൻഡസ്ട്രി ഹിറ്റാവും. വിജയുടെ സിനിമ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സൂപ്പർ ഹിറ്റാണ്. വിജയുടെ സിനിമ പോരാ എന്നാണ് ഒപ്പീനിയൻ വന്നാൽ അത് ഹിറ്റാണ്. അതായത് ഫ്ലോപ്പ് എന്ന് പറയുന്ന ഒരു സംഭവമില്ല. കാരണം അതിൻ്റേതായ ഓഡിയൻസ് വിജയ്ക്കുണ്ട്. ഇനിയിപ്പം വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അവസാനം റിലീസാകാൻ പോകുന്ന ജനനായകനാണ്. അത് അടുത്ത വർഷം പൊങ്കലിനാണ് റിലീസ്. ഇപ്പോൾ ജനനായകനും എന്താവും എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു ഹിറ്റിൽ കുറഞ്ഞതൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.